നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്ന കണവയിലോട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഇട്ട് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ചതച്ച ഇഞ്ചി, അതുപോലെ തന്നെ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. ഇത്രയും നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കതൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില അതിൻ്റെയൊക്കെ സത്ത് ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് വേറൊന്നും തന്നെ ചെയ്യാനില്ല. നമ്മൾ സാധാരണ കണവ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ മീൻ വറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന അതേ കൂട്ട് തന്നെയാട്ടോ ഉപയോഗിക്കുന്നത്. സ്പെഷ്യലായിട്ട് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ച് നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന കുരുമുളക്, പിന്നെ പറയാൻ മറന്നുപോയി സവോള അരിഞ്ഞതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും നന്നായി ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.